നമസ്കാരം. ഇത് പെട്ടെന്നുള്ളൊരു വീഡിയോ ആണ്. നാട്ടിൽ നിന്ന് പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഇസ്രായേൽ മലയാളി വെടിയേറ്റ് മരിച്ചത് കെയർ ഗീവറാണോ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വന്നവരാണോ, അഗ്രികൾച്ചർ വന്നവരാണോ, അല്ലെങ്കിൽ വിസയെ വന്നവരാണോ, എന്താണ് സംഭവം, വീണ്ടും യുദ്ധം തുടങ്ങിയെന്ന്. എന്നാൽ നാട്ടിലെ പല മൈ മീഡിയാസും ഇടുന്നത് ഇസ്രായേൽ മലയാളി മരിച്ചു, ഇസ്രായേൽ മലയാളി വെടിയേറ്റ് മരിച്ചു എന്നാണ്. സത്യാവസ്ഥ എന്ന് പറയുന്നത്, ജോർദാനിൽ നിന്നും കടക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ ജോർദാനിൽ നിന്നും കടക്കാൻ ശ്രമിച്ച 6 പേരിൽ ഒരാളെ ഷൂട്ട് ചെയ്യും, ഒരാൾക്ക് കാലിൽ ഷൂട്ട് ചെയ്തവർ നാട്ടിലെത്തി, ബാക്കി 4 പേര് ഇസ്രായേൽ ജയിലിൽ എന്ന വാർത്തയാണ്. അതായത് നിയമപരമല്ലാത്ത രീതിയിൽ ജോർദാൻ വഴി ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ചവരെ, അത് ഇസ്രായേലിൻ്റെ സുരക്ഷാ സംബന്ധമായ അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യമായതുകൊണ്ട് അങ്ങനെ കടക്കാൻ ശ്രമിച്ചവരെ ഷൂട്ട് ചെയ്തുണ്ടായൊരു അപകടമാണ് അത്. മരണത്തിൻ്റെ അല്ലെങ്കിൽ മരിച്ചുപോയവർ ആ ഒരു ഇതിൽ നമുക്ക് ദുഃഖമുണ്ട്. എങ്കിലും ഈ ഒരു വാർത്ത മറ്റൊരു രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് മറ്റ് ചില മാധ്യമങ്ങൾ ഇതിനെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കി അവരുടെ വരുതിയിലാക്കി മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ളതുകൊണ്ട് മാത്രമാണ് ദയവായിട്ട് ഷെയർ ചെയ്യുക. പെട്ടെന്ന് ചെയ്യുന്നൊരു വീഡിയോ ആണ്. സത്യമുള്ള വാർത്ത ദയവായിട്ട് ഷെയർ ചെയ്യുക. മരിച്ച കുടുംബത്തിൻ്റെ ഒപ്പം അല്ലെങ്കിൽ അതിനെ ആദരാഞ്ജലി ദുഃഖമുണ്ട്. എങ്കിലും ഇസ്രായേൽ മലയാളികൾ ഇവിടെ ജോലി ചെയ്യുന്നവർ സുരക്ഷിതരാണ്. അത് എന്നും എപ്പോഴും ഇസ്രായേലിനോടൊപ്പം ഞങ്ങളുണ്ടാവും. താങ്ക് യു.